ഭാരത് ടിവിയുടെ മെൽബൺ വിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കവി, അഭിനേതാവ്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം മലയാളിക്ക് വളരെ പരിചിതനായ ബഹുമാനപ്പെട്ട ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറാണ് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാരും അഭിനേതാക്കളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിദേശ പര്യടനങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ മെൽബണിൽ എത്തുന്നുണ്ട്. അപ്പം സാറ് ഇപ്പോൾ ഈ മെൽബണിൽ വരാനുള്ള അതിൻ്റെ ഒരു ഉദ്ദേശം, വന്നു കഴിഞ്ഞിട്ട് സാറിന് ഇവിടെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അവയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ സാറേ? ഞാൻ മെൽബണിൽ വന്നിരിക്കുന്നത് തൂലിക സാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ്. ഓസ്ട്രേലിയയിലെ മറ്റ് പല നഗരങ്ങളിലും മലയാളി കൂട്ടായ്മകളെ അഭിസംബോധന ചെയ്ത് മലയാള ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയത്. മലയാള സാഹിത്യത്തിലും മലയാള ഭാഷയിലും ഉള്ള താല്പര്യവും മമതയുമൊക്കെ ഇത്ര ദൂരെ മെൽബണിലും നിലനിർത്തുന്ന ഇവിടുത്തെ മലയാളികളോട് സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുക എന്നതുകൂടി എൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യമാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളിലെ ആശയങ്ങളെ ആവിഷ്കരിക്കുന്ന ഭാഷയുടെ ശക്തിയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാറിന് ഈ രണ്ട് കാര്യങ്ങൾ കൈമുതലായി ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇന്ന് വ്യാപാരത്തിനും വ്യവസായത്തിനുമാണ് കേരളീയ സമൂഹത്തിൽ പ്രാധാന്യമുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് സാഹിത്യത്തിന്, പ്രത്യേകിച്ചും കവിതയ്ക്ക് വലിയ പ്രാധാന്യം സമൂഹം നൽകിയിരുന്നു. ആദ്യത്തെ ജ്ഞാനപീഠം ഒരു മലയാള കവിക്കാണ് ലഭിച്ചത്, ജി ശങ്കരക്കുറുപ്പിന് 60കളിൽ. അങ്ങനെ ഇന്ത്യൻ സാഹിത്യത്തിലെ സുപ്രധാന ഘടകമായി മലയാള സാഹിത്യം മാറിയ കാലമായിരുന്നു അത്. അന്നത്തെ എഴുത്തുകാരിൽ സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കവികളെയാണ്. ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളിൽ ശ്രീധരമേനോൻ, കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ബാലാമണിയമ്മ, അങ്ങനെ വലിയ കവികളുടെ ഒരു കാലമായിരുന്നു അത്. തീർച്ചയായും എക്കാലത്തെയും ജനകീയ കവിയായ ചങ്ങമ്പുഴ, അതുമാത്രമല്ല അന്ന് സുപ്രധാനമായ സാമൂഹ്യ മാറ്റങ്ങളുടെ കാലം കൂടി ആയിരുന്നു. നവോത്ഥാന കാലഘട്ടം കഴിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലം ഇന്ത്യൻ ജനതയുടെ സാമ്പത്തിക വിമോചനത്തിന് പ്രേരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രാഭവ കാലമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ സാംസ്കാരിക ശക്തിയായിരുന്നു അന്ന് കവിത. സ്വാഭാവികമായും എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഇന്നത്തെ ചെറുപ്പക്കാരെ സിനിമ ആകർഷിക്കുന്നത് പോലെ ആകർഷിച്ചത് കവിതയായിരുന്നു. ഞങ്ങൾ മലയാള കവിതയുടെ ചരിത്രം പഠിക്കുകയും പ്രധാനപ്പെട്ട കവികളുടെ കവിതകൾ വായിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് എനിക്ക് എഴുതാനുള്ള പ്രചോദനമുണ്ടായതും ഞാൻ ഈ രീതിയിലുള്ള ഒരു കവിയായി മാറിയതും ഈ രീതിയിലുള്ള കവിതകൾ എഴുതിയതും. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചിട്ട് അതിനുശേഷം ബുദ്ധമതത്തിലേക്ക് സാറ് മാറി. ബുദ്ധമതത്തിലെ ഏത് ആശയമാണ് അങ്ങയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്നൊന്ന് പറയാമോ? സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഞാൻ കുമാരനാശാൻ്റെ ശ്രീബുദ്ധ ചരിതം വായിക്കുന്നത്. പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിലെത്തിയപ്പോൾ ധർമാനന്ദ കോസാംബിയുടെ ഭഗവാൻ ബുദ്ധൻ എന്ന പുസ്തകം വായിക്കുകയുണ്ടായി. അതിനുശേഷമാണ്
നാലപ്പാട്ട് നാരായണ മേനോൻ തർജ്ജമ ചെയ്ത പൗരസ്ത്യ ദീപം, എഡിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ തർജ്ജമ അത് വായിക്കുന്നത്. അതിനുശേഷമാണ് കോളേജിലെത്തിയപ്പോഴാണ് ലൈറ്റ് ഓഫ് ഏഷ്യ വായിക്കുന്നത്. അത് ബുദ്ധൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന കാവ്യമാണ്. ബുദ്ധൻ്റെ ജീവിതവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന കാവ്യമാണ്. പിന്നീട് പോൾ കാറസിൻ്റെ ഗോസ്പൽ ഓഫ് ബുദ്ധ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ. ബുദ്ധനുമായും ബുദ്ധ മതവുമായും ബൗദ്ധ സംസ്കാരവുമായും അതിൻ്റെ ചരിത്രവുമായും ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെ ഒരു വലിയ സാമൂഹ്യ പ്രാധാന്യം 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തു എന്നതാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചൂഷണ വ്യവസ്ഥ ആയിരത്താണ്ടുകളായിട്ട് ജാതി വ്യവസ്ഥയാണ്, ഇന്നും തുടരുന്ന ജാതി വ്യവസ്ഥ. എൻ്റെ അനുഭവത്തിലും അഭിപ്രായത്തിലും ഇന്ത്യയുടെ എന്നത്തെയും പിന്നോക്കാവസ്ഥയ്ക്ക് കാരണവും ഇത്രമേൽ വിദേശ ആധിപത്യവും വിദേശ അധിനിവേശങ്ങളുമൊക്കെ സാധ്യമാക്കിയതും ആയ പ്രധാന ഘടകം ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയാണ്. ഒരു രാജ്യത്തിലെ 90% വരുന്ന ജനങ്ങൾ അധകൃതരാണ് എന്ന് വിധിക്കുന്ന ഒരു രാജ്യത്തിന് ആ രാജ്യത്തിലെ ജനങ്ങളുടെ സർഗശക്തിയുടെ ആവിഷ്കാരം, അതിൻ്റെ വികാസം, ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ആ വലിയ പരിമിതി ഇന്ത്യയുടെ സംസ്കാരത്തിൽ അടിച്ചേൽപ്പിച്ചത് ഇന്ത്യൻ സമൂഹത്തിലെ ചൂഷണ വ്യവസ്ഥയായ ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും സുപ്രധാനമായ ശബ്ദം ശ്രീബുദ്ധൻ്റെ ആയിരുന്നു 2500 കൊല്ലം മുമ്പ്. അപ്പോൾ അങ്ങനെ വലിയൊരു സാമൂഹ്യ പ്രാധാന്യം ശ്രീബുദ്ധൻ്റെ സാമൂഹ്യ ദർശനത്തിന് ഇന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ തത്വശാസ്ത്രപരമായ വശമാണ്. അദ്ദേഹം ഈശ്വരനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടില്ല, ഈശ്വരനുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. മറ്റൊന്ന് ബുദ്ധദർശനത്തിൻ്റെ തത്വചിന്താപരമായ വശമാണ്. ബുദ്ധൻ ഈശ്വരനുണ്ടെന്നോ ഇല്ലെന്നോ ആ തർക്കത്തിൽ ഇടപെട്ടില്ല. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മധ്യമാർഗമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഈശ്വരനെക്കുറിച്ച് ഉള്ള തർക്കങ്ങളിൽ നിന്ന് അദ്ദേഹം ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് മനുഷ്യൻ്റെ പ്രജ്ഞയെ ആനയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ എൻ്റെ ചിന്തയും എൻ്റെ അനുഭവവും ആയി പൊരുത്തപ്പെടുന്ന ഒരു വലിയ ലോകം ബുദ്ധദർശനത്തിലുണ്ട്. അതുകൊണ്ട് പിൽക്കാലത്ത് ഒരു പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്ത് മതങ്ങൾ രാഷ്ട്രീയ അധികാരം നേടാനുള്ള മാർഗമായി വിവിധ വിഭാഗങ്ങൾ കണ്ടെത്തുകയും കൈയാളുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ എനിക്കിഷ്ടമുള്ള, എനിക്ക് യോജിക്കാൻ കഴിയുന്ന, ഞാൻ ആഗ്രഹിച്ച ഒരു മതം തിരഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ ബുദ്ധമതത്തിലെ അംബേദ്കർ രൂപം നൽകിയ ഒരു വിഭാഗത്തിലെ ഞാൻ അംഗമാവുകയാണ് ചെയ്തത്.